നമസ്കാരം. അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡ് പഠിച്ചു തീർത്തു അല്ലേ? അതായത് ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ഡിമാൻഡ് പറഞ്ഞു. എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അത്. അപ്പോൾ അതിൽ നമ്മൾ ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ പറഞ്ഞു. പ്രൈസ് ഓഫ് ദി കമോഡിറ്റി, ഇൻകം ഓഫ് ദി കൺസ്യൂമർ, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, ലാസ്റ്റ് വൺ എന്താണ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് നമ്മൾ പറഞ്ഞു അല്ലേ? എല്ലാവർക്കും മനസ്സിലായല്ലോ അത്. അപ്പോൾ അടുത്ത് നമ്മൾ പോകുന്നത് അടുത്ത ക്വസ്റ്റ്യനിലേക്കാണ്. ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയും, ചോദന നിയമം എന്ന് പറയും. ലോ ഓഫ് ഡിമാൻഡ് ഒന്നുമില്ല, ചെറിയ ക്വസ്റ്റ്യൻ. ലോ ഓഫ് ഡിമാൻഡ്, ചോദന നിയമം. അപ്പോൾ ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു നിയമമായിട്ട് പറയുന്നു. ലോ ഓഫ് ഡിമാൻഡ് നമ്മൾ പഠിച്ചു. ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടറാണ് പ്രൈസ് ഓഫ് ദ കമോഡിറ്റി. ഇപ്പൊ നമ്മൾ തന്നെ ഒരു കടയിൽ പോയി സാധനം മേടിക്കുമ്പോൾ ഏറ്റവും ആദ്യം നോക്കുന്നത് എന്താണ്? പ്രൈസ് ആണ്. പ്രൈസ് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള ഘടകങ്ങളെല്ലാം വരുന്നത് അല്ലേ? അപ്പോൾ ഡിമാൻഡിനെ എഫക്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടറാണ് പ്രൈസ് എന്ന് പറയുന്നത്, വില എന്ന് പറയും. അപ്പോൾ ഇവിടെ പറയുന്നത്, അപ്പോൾ ബാക്കി ഘടകങ്ങളുണ്ടല്ലോ, ഡിമാൻഡിനെ എഫക്ട് ചെയ്യുന്ന മറ്റു ഘടകങ്ങളുണ്ട്. അപ്പൊ അതിനെ പൊതുവെ നമുക്ക് അതർ ഫാക്ടേഴ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ നോൺ പ്രൈസ് ഫാക്ടേഴ്സ് എന്ന് പറയും. പ്രൈസും നോൺ പ്രൈസ് ഫാക്ടേഴ്സ്. അപ്പൊ ഡിമാൻഡിനെ എഫക്ട് ചെയ്യുന്ന ഘടകങ്ങളെ നമുക്ക് പൊതുവെ രണ്ടായിട്ട് തിരിക്കാം. പ്രൈസ് എന്നും നോൺ പ്രൈസ് ഫാക്ടേഴ്സും, വിലയെന്നും വില ഇതര ഘടകങ്ങളെന്നും രണ്ടായി തിരിക്കാം. ഇപ്പൊ വിലയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ, അതുകൊണ്ട് നമ്മൾ വൺ സൈഡിലേക്ക് മാറ്റി വെച്ചു. മറ്റു ഘടകങ്ങൾ എന്ന് പറയുന്നത് ഇൻകം ഓഫ് ദ കൺസ്യൂമർ, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, ക്ലൈമറ്റ്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഇതൊക്കെയാണ് നോൺ പ്രൈസ് ഫാക്ടേഴ്സ് എന്ന് പറയും. അപ്പൊ ഇവിടെ ലോ ഓഫ് ഡിമാൻഡിൽ പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻ ആണ് പറയുന്നത്. ശ്രദ്ധിക്കുക, ലോ ഓഫ് ഡിമാൻഡിൽ എന്തിനെ കുറിച്ചുള്ള റിലേഷൻ ആണ് പറയുന്നത്? പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻ ആണ് പറയുന്നത്. അപ്പൊ അവർ പറയുന്നത് ലോ ഓഫ് ഡിമാൻഡ് സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് അതർ തിങ്സ് അല്ലെങ്കിൽ ഇഫ് അതർ ഫാക്ടേഴ്സ് റിമെയിൻ അൺചേഞ്ച്ഡ്, the inverse relationship between price and demand. അപ്പോൾ ലോ ഓഫ് ഡിമാൻഡ് എന്താണ് പ്രതിപാദിക്കുന്നത്? ഇഫ് അതർ തിങ്സ് ബീയിങ് ഈക്വൽ, അല്ലെങ്കിൽ അതർ തിങ്സ് റിമെയിൻ അൺചേഞ്ച്ഡ്, മറ്റ് ഘടകങ്ങൾ മാറ്റമില്ലാതെ ഇരിക്കുമ്പോൾ. മറ്റ് ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്ന മറ്റ് ഘടകങ്ങൾ എന്ന് വെച്ചാൽ അതർ ദാൻ പ്രൈസ്, പ്രൈസ് അല്ലാതെയുള്ള മറ്റ് ഘടകങ്ങൾ അറിയാമല്ലോ. ഇൻകം ഓഫ് ദ കൺസ്യൂമർ, വരുമാനം, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, ബന്ധപ്പെട്ട സാധനങ്ങളുടെ വില, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, അഭിരുചിയും താല്പര്യം. അപ്പൊ ഇങ്ങനെയുള്ള മറ്റ് ഘടകങ്ങൾ മാറ്റമില്ലാതെ ഇരിക്കുകയും പ്രൈസും ഡിമാൻഡും തമ്മിൽ, വിലയും ചോദനവും തമ്മിൽ വിപരീത ബന്ധവും, അല്ലെ, വിലയും പിന്നെ അതുപോലെ ഡിമാൻഡും തമ്മിൽ എന്ത് ബന്ധമാണ് നമ്മൾ പഠിച്ചത്? വിപരീത ബന്ധമാണ്. ആ വിപരീത ബന്ധം നിലനിൽക്കുകയും ചെയ്യുന്ന നിയമമാണ് ചോദന നിയമം എന്ന് പറയുന്നത്. എന്താണ് ലോ ഓഫ് ഡിമാൻഡ് സ്റ്റേറ്റ്സ് ദാറ്റ്, ലോ ഓഫ് ഡിമാൻഡ് എന്താണ് പ്രസ്താവിക്കുന്നത്? ഇഫ് അതർ തിങ്സ് റിമെയിൻ അൺചേഞ്ച്ഡ്, മറ്റ് ഘടകങ്ങൾ മാറ്റമില്ലാതിരിക്കുകയും ദ ഇൻവേഴ്സ്, അല്ലെങ്കിൽ there is an inverse relationship between പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ്. പ്രൈസും ഡിമാൻഡും തമ്മിൽ എന്ത് ബന്ധമാണ്? ആ വിപരീത ബന്ധവുമാണ്. അപ്പോൾ ലോ ഓഫ് ഡിമാൻഡ് സ്റ്റേറ്റ്സ്, ലോ ഓഫ് ഡിമാൻഡ് എന്താണ് പ്രസ്താവിക്കുന്നത്? ഇഫ് അതർ തിങ്സ് റിമെയിൻ അൺചേഞ്ച്ഡ്, മറ്റ് ഘടകങ്ങൾ മാറ്റമില്ലാതെ ഇരിക്കുമ്പോൾ there is an inverse relationship between price and quantity demand. പ്രൈസും ഡിമാൻഡും തമ്മിൽ എന്ത് ബന്ധമുണ്ട്? ഒരു വിപരീത ബന്ധം നിലനിൽക്കുന്നു. മനസ്സിലാവുമല്ലോ? ഇതിനെയാണ് ആ ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ട് ഓർക്കേണ്ടതാണ്, പ്രൈസും ഡിമാൻഡും തമ്മിൽ വിപരീത ബന്ധമുണ്ട്. ആ നിയമമാണ് എന്ത്? ആ ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയും. പക്ഷെ അവിടെ ഒരു കാര്യം കൂടി ഓർക്കുക, മറ്റ് ഘടകങ്ങൾ, ഡിമാൻഡിനെ എഫക്ട് ചെയ്യുന്ന മറ്റ് ഘടകങ്ങൾ, അല്ലെ, നോൺ പ്രൈസ് ഫാക്ടേഴ്സ്, വിലയിതര ഘടകങ്ങൾ എന്തായിരിക്കണം? റിമെയിൻ അൺചേഞ്ച്ഡ്, മാറ്റമില്ലാതെ ഇരിക്കണം. എന്ന് പറഞ്ഞാൽ പ്രൈസും ഡിമാൻഡും തമ്മിൽ വിപരീത ബന്ധം നിലനിൽക്കണമെങ്കിൽ മറ്റ് ഘടകങ്ങൾ എന്ത് മാറ്റമുണ്ടാകാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ വില നോക്കുന്നു, വില കൂടും, പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ വെൻ പ്രൈസ് ഇൻക്രീസസ് ഡിമാൻഡ് ഡിക്രീസസ്, ആൻഡ് വെൻ പ്രൈസ് ഡിക്രീസസ് ഡിമാൻഡ് ഇൻക്രീസസ്. അതായത് വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നു, വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടുന്നു. സാധാരണഗതിയിൽ അങ്ങനെയല്ലേ നമ്മൾ സാധനങ്ങൾ മേടിക്കുന്നത്? അങ്ങനെയാണ്, പ്രകാരമാണ് സാധനങ്ങൾ മേടിക്കുന്നത്. അപ്പോൾ വില കുറവാണെങ്കിൽ നമ്മൾ കൂടുതൽ മേടിക്കും, വില കൂടുതലാണെങ്കിൽ കുറച്ച് മാത്രം മേടിക്കും. എന്നാൽ മറ്റ് ഘടകങ്ങളുണ്ട് ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്ന ഇൻകം. ഇപ്പൊ ഇൻകം, ഈ പ്രൈസ് ചേഞ്ച് ചെയ്യുന്നതിനോടൊപ്പം ഇൻകവും ചേഞ്ച് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഓണത്തിന് തുണി എടുക്കാൻ പോകും, അല്ലെങ്കിൽ മറ്റു സാധനങ്ങൾ മേടിക്കാൻ പോകും. അവിടെ ചെന്നപ്പോൾ വില കൂടുതലാണ്, സാധാരണഗതിയിൽ വില കൂടുതലാണെങ്കിൽ കുറച്ചേ മേടിക്കും. പക്ഷേ എൻ്റെ കയ്യിൽ ആവശ്യം പോലെ പൈസയുണ്ട്, വരുമാനമുണ്ട്, ഞാൻ വില നോക്കുവോടെ? ഇല്ല. ഓണമാണ്, ഞാൻ ചിലപ്പോൾ എന്ത് ചെയ്യും? ആവശ്യം പോലെ സാധനമൊന്നും മേടിക്കും. അപ്പോൾ അവിടെ പ്രൈസ് കൂടിയിട്ടും ഞാൻ കൂടുതൽ ഡിമാൻഡ് ചെയ്തു. കാരണം എന്താണ്? എൻ്റെ ഇൻകം കൂടി. അപ്പോൾ ഇൻകം കൂടിയതാണ്. അപ്പോൾ പ്രൈസ് കൂടിയപ്പോൾ അവിടെ ഡിമാൻഡും കൂടി. അപ്പോൾ ഇൻവേഴ്സ് റിലേഷൻ ആണോ? ഒരിക്കലുമല്ല. ഇൻവേഴ്സ് റിലേഷൻ നിലനിൽക്കും. അപ്പോൾ ലോ ഓഫ് ഡിമാൻഡിൽ പറയുന്നത് പ്രൈസും ഡിമാൻഡും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻ ആണ്. ഇവിടെ ഇൻവേഴ്സ് റിലേഷൻ അല്ലാത്തതിന്റെ കാരണം എന്താണ്? ഇൻകം കൂടി.
ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്ന മറ്റൊരു ഘടകമായ ഇൻകം ചേഞ്ച് ചെയ്തു. അതുകൊണ്ടാണ് പറയുന്നത് ഇൻകത്തെ പോലെ ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന വിലയിതര ഘടകങ്ങൾ എന്ത് ചെയ്യരുത്, നോൺ പ്രൈസ് ഫാക്ടേഴ്സിൽ മാറ്റം ഉണ്ടാകരുത്. അങ്ങനെ മാറ്റം ഉണ്ടായാൽ ഇൻവേഴ്സ് റിലേഷൻ ഉണ്ടാകില്ല. മനസ്സിലായില്ലേ? അവിടെ പ്രൈസ് നോക്കേണ്ട കാര്യമില്ല, അതുകൂടി ഇൻകം ചേഞ്ച് ചെയ്യാൻ. അതുകൊണ്ട് പറയുന്നു ലോ ഓഫ് ഡിമാൻഡിൽ എപ്പോഴും പറയുന്ന പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള ഇൻവേഴ്സ് റിലേഷൻ ആണ്, വിപരീത ബന്ധമാണ്. ആ വിപരീത ബന്ധം നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം, വിലയിതര ഘടകങ്ങൾ മാറ്റമില്ലാതെ ഇരിക്കണം. ഞാൻ പറഞ്ഞ എക്സാമ്പിൾ മനസ്സിലായല്ലോ. അതായത് വില കൂടുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ കുറച്ചാണ് വാങ്ങുന്നത്, അതാണ് ലോ ഓഫ് ഡിമാൻഡിൽ പറയുന്നത്. പക്ഷേ അതിനനുസരിച്ച് വരുമാനം ഉണ്ടെങ്കിൽ ഞാൻ വില നോക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ വില നോക്കൂ? ഇല്ല. ആവശ്യം പോലെ ഇഷ്ടമുള്ള സാധനങ്ങൾ വില കൂടിയപ്പോൾ കടയിലൊക്കെ ചെല്ലുമ്പോൾ, സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ സാധനം മേടിക്കുമ്പോൾ അറിയാൻ പറ്റും, അല്ലെങ്കിൽ തുണിക്കടയിൽ ചെല്ലുമ്പോൾ അറിയാം. അവിടെ വലിയ കാശുകാരൊക്കെ വന്നിട്ട് എന്ത് ചെയ്യും, അവർ വിലയൊന്നും നോക്കില്ല. നമ്മൾ പോയിട്ട് എന്ത് ചെയ്യും, അതിന്റെ പ്രൈസ് ടാഗ്, എല്ലാത്തിൻ്റെയും പ്രൈസ് ടാഗ് ഇങ്ങനെ പൊക്കി പൊക്കി നോക്കും. നമ്മളെ പോലുള്ള സാധാരണക്കാർ അങ്ങനെയല്ലേ നോക്കുന്നത്? നമുക്ക് ഇഷ്ടപ്പെട്ട സാധനമാണെങ്കിൽ അടുത്ത് നോക്കുന്നത് എന്താണ്, അതിന്റെ വില നോക്കും. എല്ലാത്തിൻ്റെയും വില നോക്കും. കാര്യം എന്താണ്, നമ്മുടെ വിലയാണ് നമുക്ക് പ്രധാനം. പക്ഷേ ഈ പൈസയുള്ള ആൾക്കാർ അല്ലെങ്കിൽ കാശ് ടീമുകളൊക്കെ വന്നിട്ട് എന്ത് ചെയ്യും, അവർ വിലയൊന്നും നോക്കില്ല. ഇഷ്ടപ്പെട്ടാൽ അപ്പോഴേ പറക്കി ബാസ്ക്കറ്റിൽ ഇട്ടുകൊണ്ടൊക്കെ പോകും. അവരെന്ത് ചെയ്യില്ല, ആ വില നോക്കില്ല. നമ്മൾ എന്ത് ചെയ്യും, അവരെ നോക്കി വായി തുറന്ന് നിൽക്കാനേ നമുക്ക് പറ്റുകയുള്ളൂ. അവരെന്താണ്, അവരെ സംബന്ധിച്ച് വില ഒരു പ്രശ്നമേ അല്ല. അവർക്ക് ഇൻകം ഉണ്ട്, വരുമാനമുണ്ട്. അപ്പോൾ അവരെ, ആ കാശുകാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ റിച്ച് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് പ്രൈസ്, അവരെ പ്രൈസും ഡിമാൻഡും ഇൻവേഴ്സ് റിലേഷൻ അല്ല. അവർ പ്രൈസ് കൂടിയാൽ അവർ കൂടുതൽ മേടിക്കും, കാരണം ഇൻകം ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഇൻകം ചേഞ്ച് ചെയ്യാതെ ഇരിക്കണം. ഇൻകം ചേഞ്ച് ചെയ്തില്ലെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഇൻവേഴ്സ് റിലേഷൻ നിലനിൽക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? ഇൻകം മാത്രമല്ല, ഇൻകത്തെ പോലെ ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന മറ്റു ഘടകങ്ങൾ. അപ്പൊ ലോ ഓഫ് ഡിമാൻഡ് ഇത്രയേ ഉള്ളൂ. ഇതാണ് ലോ ഓഫ് ഡിമാൻഡ് സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് അതർ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന മറ്റു ഘടകങ്ങൾ റിമെയിൻ അൺചേഞ്ച്ഡ്, മറ്റു ഘടകങ്ങൾ മാറ്റമില്ലാതെ ഇരിക്കുമ്പോൾ there is an inverse relationship. എന്തുണ്ട്, ഒരു വിപരീത ബന്ധമുണ്ട്. ആരൊക്കെ തമ്മിൽ, പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ്. ഡിമാൻഡിന്റെ അളവും പ്രൈസും തമ്മിൽ വിപരീത ബന്ധം. ഇതാണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ അതിന്റെ ഒരു ഫംഗ്ഷൻ നമുക്ക് ഇങ്ങനെ, അതിന്റെ റിലേഷൻഷിപ്പ് ലോ ഓഫ് ഡിമാൻഡിൽ പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻ ഇങ്ങനെ എഴുതാം. Q is the function of P. ഇത് വായിക്കുന്നത് എങ്ങനെയാണ്, Q is the function of P. Q എന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ്, ചോദനം ചെയ്യപ്പെടുന്ന സാധനത്തിന്റെ അളവ്. Q is the function എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ബന്ധം സൂചിപ്പിക്കാനാണ് F സൂചിപ്പിക്കുന്നത്. ഫംഗ്ഷൻ ഓഫ് P. P മീൻസ് പ്രൈസ്. അതായത് Q ചേഞ്ച് ചെയ്യുന്നത്, ക്വാണ്ടിറ്റി ഡിമാൻഡ് ചേഞ്ച് ചെയ്യുന്ന എപ്പോഴും ഏതിനനുസരിച്ചായിരിക്കും, പ്രൈസിനനുസരിച്ച്. ഇതാണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ലോ ഓഫ് ഡിമാൻഡിന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, റിലേഷൻ എങ്ങനെ നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും? Q is the function of P. Q is the function of P. Q means quantity demanded. Quantity demanded is the function of P. P means price. പ്രൈസും ഡിമാൻഡും തമ്മിൽ ലോ ഓഫ് ഡിമാൻഡിൽ എന്ത് ബന്ധമാണുള്ളത്, ഇൻവേഴ്സ് റിലേഷൻ ആണ് ഉള്ളത്. ലോ ഓഫ് ഡിമാൻഡിലല്ല, സാധാരണഗതിയിൽ ഇൻവേഴ്സ് റിലേഷൻ ആണ് ഉള്ളത്. ഇതാണ് ലോ ഓഫ് ഡിമാൻഡ്, ചോദന നിയമം എന്ന് പറയുന്നു. ചോദന നിയമം എന്ന് പറയുന്നു. ഓക്കെ ആണല്ലോ? അപ്പോൾ ലോ ഓഫ് ഡിമാൻഡ്. അടുത്ത് നമ്മൾ പോകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനിലേക്കാണ്, ചേഞ്ചസ് ഇൻ ഡിമാൻഡ്. ചേഞ്ചസ് ഇൻ ഡിമാൻഡ് എന്താണ്? ചേഞ്ചസ് ഇൻ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ, ഡിമാൻഡിന് ഞാൻ ഷോർട്ട് ഫോമിൽ DD എന്ന് എഴുതിയിരിക്കുകയാണ് കേട്ടോ. ചിലപ്പോൾ നോട്ട്സിലൊക്കെ DD എന്ന് എഴുതിയിട്ടുണ്ടാകും, അത് ഡിമാൻഡ് എന്ന് വായിക്കണം. ചേഞ്ചസ് ഇൻ ഡിമാൻഡ് മീൻസ് ഡിമാൻഡിലുള്ള മാറ്റം. ഡിമാൻഡിലുള്ള മാറ്റം. ഞാൻ പറഞ്ഞു ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഘടകങ്ങളെ നമ്മൾ രണ്ടായി തിരിച്ചു. ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? പ്രൈസും നോൺ പ്രൈസ് ഫാക്ടേഴ്സും. വിലയും വിലയിതര ഘടകങ്ങൾ. വിലയിതര ഘടകങ്ങൾ നോൺ പ്രൈസ് ഫാക്ടേഴ്സ് ഇൻക്ലൂഡ്സ് ഏതൊക്കെയാണ് വരുന്നത്? ഇൻകം ഓഫ് ദ കൺസ്യൂമർ, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, അതുപോലെ തന്നെ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, ക്ലൈമറ്റ്. ഇതൊക്കെയാണ് നോൺ പ്രൈസ് ഫാക്ടേഴ്സ്. അതിനെല്ലാം ഒറ്റ ഗ്രൂപ്പിൽ പെടുത്തി പ്രൈസിനെ മാറ്റി. കാരണം പ്രൈസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടർ ദാറ്റ് അഫക്ട് ക്വാണ്ടിറ്റി ഡിമാൻഡ്. ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടറാണ് പ്രൈസ്. അതുകൊണ്ട് പ്രൈസിനെ മാറ്റി. അപ്പോൾ ഡിമാൻഡ് ചേഞ്ച് ചെയ്യും. ഡിമാൻഡ് ചേഞ്ച് ചെയ്യാം. അതിനെ ചേഞ്ച് ചെയ്യാൻ കാരണക്കാരെന്ന് പറയുന്ന ഒന്ന് പ്രൈസും മറ്റൊന്ന് നോൺ പ്രൈസ് ഫാക്ടേഴ്സുമാണ്. അല്ലെ? പ്രൈസ് ചേഞ്ച് ചെയ്യുന്ന ഡിമാൻഡ് ചേഞ്ച് ചെയ്യാനുള്ള കാരണക്കാരൊക്കെയാണ്? അല്ലെങ്കിൽ ഡിമാൻഡ് ചേഞ്ചസ് ഡ്യൂ ടു ദ ചേഞ്ചസ് ഇൻ പ്രൈസ് ആൻഡ് ഡ്യൂ ടു ദ ചേഞ്ചസ് ഇൻ നോൺ പ്രൈസ് ഫാക്ടേഴ്സ്. അതായത് വിലയിലുള്ള മാറ്റം മൂലവും അതുപോലെ വില ഇതര ഘടകങ്ങളിലുള്ള മാറ്റം മൂലവുമാണ് ഏത് ചേഞ്ച് ചെയ്യുന്നത്? ഡിമാൻഡ് ചേഞ്ച്. അപ്പൊ ഡിമാൻഡ് ചേഞ്ച് ചെയ്യാനുള്ള കാരണക്കാരെ മനസ്സിലായല്ലോ. ഇനി ചേഞ്ചസ് ഇൻ ഡിമാൻഡിന് നമുക്ക് രണ്ടായി തിരിക്കും. ചേഞ്ചസ് ഇൻ ഡിമാൻഡിനെ പൊതുവെ എത്രയായി തിരിക്കുന്നു? അല്ലെങ്കിൽ ചേഞ്ചസ് ഇൻ ഡിമാൻഡ് രണ്ട് തരത്തിലുണ്ടാകുന്നു. ഡിമാൻഡിലുള്ള മാറ്റത്തെ നമുക്ക് രണ്ടായി തിരിക്കാം.
അല്ലെ? ചേഞ്ചസ് ഇൻ ഡിമാൻഡ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു. നമുക്ക് രണ്ടായിട്ട്. ഒന്ന് എന്ന് പറയുന്നത് മൂവ്മെന്റ് along the demand curve. Movement along the demand curve. ചോദന വക്രത്തിലൂടെയുള്ള മാറ്റം. ചോദന വക്രത്തിലൂടെയുള്ള മാറ്റം. മൂവ്മെന്റ് അലോങ് ദി ഡിമാൻഡ് കർവ്. ചോദന വക്രത്തിലൂടെയുള്ള മാറ്റം. ഓർ അതിനെ മറ്റൊരു രീതിയിലും പറയാറുണ്ട് എക്സ്പാൻഷൻ. എക്സ്പാൻഷൻ മീൻസ് വികാസം. ആൻഡ് കോൺട്രാക്ഷൻ. കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ സങ്കോചം. Contraction of demand. Expansion and contraction of demand. Expansion and contraction of demand. ചോദനത്തിലുണ്ടാകുന്ന വികാസവും സങ്കോചവും. ചോദനത്തിലുണ്ടാകുന്ന വികാസവും ഇതാണ് ഡിമാൻഡിലുണ്ടാകുന്ന ഒരു ചേഞ്ച്. സെക്കൻഡ് വൺ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ്. ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ്. ഡിമാൻഡ് കർവിൽ ഉണ്ടാകുന്ന ഷിഫ്റ്റ്, മാറ്റം. ചോദന വക്രത്തിലുണ്ടാകുന്ന മാറ്റം. ആദ്യത്തെ പോയിന്റ് മാറിപ്പോകരുത്. മൂവ്മെന്റ് അലോങ് ദി ഡിമാൻഡ് കർവാണ്. അതായത് ഡിമാൻഡ് കർവിലൂടെയുള്ള മാറ്റമാണ്. ഇതെന്താണ്? ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവാണ്. ഡിമാൻഡ് കർവിന്റെ മാറ്റം. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആണ്. ഓർ ഇതിനെയും മറ്റൊരു രീതിയിൽ അറിയപ്പെടുന്നുണ്ട് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ ഡിമാൻഡ്. ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ ഡിമാൻഡ്. ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ ഡിമാൻഡ്. മനസ്സിലാവുമല്ലോ? അപ്പോൾ ചോദനത്തിലുള്ള വർധനവും കുറവും എന്ന് പറയും. അപ്പോൾ ചേഞ്ചസ് ഇൻ ഡിമാൻഡിന് നമ്മൾ രണ്ടായി തിരിച്ചു. മൂവ്മെന്റ് അലോങ് ദ ഡിമാൻഡ് കർവ് ഓർ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഡിമാൻഡ്. സെക്കൻഡ് വൺ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ് ഓർ ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ ഡിമാൻഡ്. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള മാറ്റമാണ് എവിടെയുള്ളത്? ഡിമാൻഡിൽ ഉണ്ടാകുന്നത്. അപ്പൊ ആദ്യം ഈ ഹെഡിങ് എന്ന് പഠിക്കുക. ചേഞ്ചസ് ഇൻ ഡിമാൻഡ് അല്ലെ ഈസ് ഓഫ് ടു ടൈപ്സ്. രണ്ട് തരത്തിലുണ്ട്. ഡിമാൻഡിലുള്ള മാറ്റം എത്ര തരത്തിലുണ്ടാകുന്നു? രണ്ട് തരത്തിൽ ഉണ്ടാകുന്നു. ഒന്ന് എന്ന് പറയുന്നത് മൂവ്മെന്റ് അലോങ് ദി ഡിമാൻഡ് കർവ്. ഡിമാൻഡ് കർവിലൂടെയുള്ള മാറ്റം, അല്ലെങ്കിൽ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഇൻ ഡിമാൻഡ്. ചോദനത്തിലുണ്ടാകുന്ന വികാസവും സങ്കോചവും. രണ്ട് എന്ന് പറയുന്നത് ഷിഫ്റ്റ് ഓഫ് ഡിമാൻഡ് കർവ്. ഡിമാൻഡ് കർവിന്റെ ഷിഫ്റ്റ്, ഡിമാൻഡ് കർവിന്റെ മാറ്റം, അല്ലെങ്കിൽ എന്തെന്ന് പറയുന്നു അതിനെ? ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ ഡിമാൻഡ്. ഡിമാൻഡിൽ ഉണ്ടാകുന്ന വർധനവും കുറവും എന്ന് പറയും. ക്ലിയർ ആവുമല്ലോ? ഇതിൽ നമ്മൾ ആദ്യത്തെ പഠിക്കാൻ പോവുകയാണ് മൂവ്മെന്റ് അലോങ് ദി ഡിമാൻഡ് കർവ് ഓർ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. അല്ലെ? ആദ്യത്തെ നമ്മൾ പഠിക്കുന്നു മൂവ്മെന്റ് അലോങ് ദി ഡിമാൻഡ് കർവ്, അല്ലെങ്കിൽ എന്തെന്ന് പറയുന്നു? എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഡിമാൻഡ് എന്ന് പറയാം. അപ്പൊ രണ്ടാമത്തെ ഞാൻ ഓർത്തിട്ടുള്ളത് ഞാൻ എഴുതുന്നില്ല, കാര്യം ഗ്രാഫ് വരയ്ക്കാൻ ചിലപ്പോൾ സ്പേസ് തികയത്തില്ല, അതുകൊണ്ട് എഴുതുന്നില്ല. അത് നിങ്ങളുടെ മനസ്സിൽ വേണം. മൂവ്മെന്റ് അലോങ് ദി ഡിമാൻഡ് കർവിന്റെ മറ്റൊരു പേരെന്താണ്? എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഡിമാൻഡ്. ഓക്കെ ആണല്ലോ? അപ്പോ മൂവ്മെന്റ് അലോങ് ദി ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻ ആണ് ഇതിലൂടെ പറയുന്നത്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ പ്രൈസും ആ ഡിമാൻഡും തമ്മിലുള്ള ഇൻവേഴ്സ് റിലേഷൻ ആണ്, വിപരീത ബന്ധമാണ് ഡിമാൻഡ്. അല്ലെങ്കിൽ ഇവിടെ പറയുന്ന മൂവ്മെന്റ് അലോങ് ദി ഡിമാൻഡ് കർവിലൂടെ പറയുന്നത്, അല്ലെങ്കിൽ മൂവ്മെന്റ് ഇൻ ദിസ് കേസ് ഡിമാൻഡ് ചേഞ്ചസ് ഡ്യൂ ടു ദ ചേഞ്ചസ് ഇൻ പ്രൈസ്. മനസ്സിലായി? അതായത് ഇവിടെ മൂവ്മെന്റ് അലോങ് ദി ഡിമാൻഡ് കർവിൽ പറയുന്നത് ഇവിടെ ഡിമാൻഡ് ചേഞ്ച് ചെയ്യുന്നു ഡ്യൂ ടു ദ ചേഞ്ചസ് ഇൻ പ്രൈസ്. ഏതിലുള്ള ചേഞ്ചസ് മൂലം? വിലയിലുണ്ടാകുന്ന മാറ്റം മൂലം ഡിമാൻഡിലുണ്ടാകുന്ന മാറ്റമാണ് മൂവ്മെന്റ് അലോങ് ദി ഡിമാൻഡ് കർവ് ഓർ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഇൻ ഡിമാൻഡ് എന്ന് പറയും. ക്ലിയർ ആവുമല്ലോ? അപ്പോൾ ഇവിടെ ഡിമാൻഡ് ചേഞ്ച് ചെയ്യുന്നത് ആര് മൂലമാണ്? ചേഞ്ചസ് ഇൻ പ്രൈസ്, വിലയിലുണ്ടാകുന്ന മാറ്റം. അപ്പോൾ മറ്റു ഘടകങ്ങൾ എന്തായിരിക്കും? അവിടെ അതർ ഫാക്ടേഴ്സ് റിമെയിൻ അൺചേഞ്ച്ഡ്. നമ്മൾ ലാസ്റ്റ് ഡിമാൻഡിൽ പറഞ്ഞതുപോലെ മറ്റു ഘടകങ്ങൾ എന്താണ്? അൺചേഞ്ച്ഡ് ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇൻ ദിസ് കേസ്, അതായത് മൂവ്മെന്റ് അലോങ് ദി ഡിമാൻഡ് കർവ് എന്ന് പറയുന്ന കേസിൽ ഡിമാൻഡ് ചേഞ്ചസ് ഡ്യൂ ടു ദ ചേഞ്ചസ് ഇൻ പ്രൈസ് ഓൺലി. പ്രൈസിൽ ഉണ്ടാകുന്ന മാറ്റം മൂലം ആ ഡിമാൻഡിൽ ഉണ്ടാകുന്ന മാറ്റമാണ് മൂവ്മെന്റ് അലോങ് ദി ഡിമാൻഡ് കർവ് ഓർ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഹിയർ അതർ ഫാക്ടേഴ്സ് റിമെയിൻ അൺചേഞ്ച്ഡ്. ഇവിടെ മറ്റ് ഘടകങ്ങൾ, അല്ലെ, അതർ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡ്, ഡിമാൻഡ് അഫക്ട് ചെയ്യുന്ന മറ്റ് ഘടകങ്ങൾ റിമെയിൻ അൺചേഞ്ച്ഡ്. എന്തായിരിക്കും? മാറ്റമില്ലാതെ ഇരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ അവിടെ മാറ്റമില്ല, അവയ്ക്ക് യാതൊരു സ്ഥാനമാറ്റവും ഇല്ല, ഒരു ചേഞ്ചും ഇല്ല. അപ്പൊ ഇവിടെ ചേഞ്ച് ഉണ്ടാകാൻ ഒരേ ഒരു കാരണക്കാരൻ പ്രൈസ് ആണ്. ഓർക്കുമല്ലോ? അപ്പൊ ഈ മൂവ്മെന്റ് അലോങ് ദി ഡിമാൻഡ് കർവിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് എക്സ്പാൻഷൻ ഡിമാൻഡും കോൺട്രാക്ഷൻ ഡിമാൻഡ്.
മനസ്സിലായില്ല? അതിന് രണ്ട് ഗ്രാഫാണ് പറയുന്നത്. ഒറ്റ ഗ്രാഫിൽ വരയ്ക്കാം, ഇത് മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പത്തിന് രണ്ട് ഗ്രാഫായിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ മൂവ്മെന്റ് അലോങ് ദി ഡിമാൻഡ് കർവിനെ മറ്റൊരു പേരാണ് എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഡിമാൻഡ്. അപ്പൊ നമുക്ക് എക്സ്പാൻഷന്റെ ഒരു പാർട്ടും കോൺട്രാക്ഷന്റെ മറ്റൊരു പാർട്ടുമായിട്ട് പഠിക്കും, രണ്ടാക്കി ഇതിനെ പഠിക്കും. അപ്പൊ നമുക്ക് ആദ്യം എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്, എക്സ്പാൻഷൻ അതിന്റെ ഗ്രാഫ് വരയ്ക്കണം. ശ്രദ്ധിച്ചിരിക്കുക, നമ്മുടെ എക്സ് ആക്സിസ് വൈ ആക്സിസ് വരച്ചു. എക്സ് ആക്സിൽ എപ്പോഴും എന്താണ് ഡിമാൻഡ് മാർക്ക് ചെയ്തു. ക്വാണ്ടിറ്റി ഡിമാൻഡ്, ക്വാണ്ടിറ്റി എഴുതിയാലും ശരിയാണ് കേട്ടോ. ഇവിടെ പ്രൈസ്, വൈ ആക്സിൽ പ്രൈസ്. ഇത് നമ്മൾ വരയ്ക്കുന്നത് ഡിമാൻഡ് കർവ് വരയ്ക്കുന്നു. ഡി എന്ന ഡിമാൻഡ് കർവ് വരച്ചു. ഡിമാൻഡ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്, അറിയാമല്ലോ, ഡിമാൻഡ് കർവാണിത്. ഡിമാൻഡ് കർവ് എന്ത് ചെയ്തു? ഇവിടെ ഒരു പ്രൈസ് വരച്ചു ഞാൻ, പി ക്യൂ. അതായത് ഒ പി എന്ന് പറയുന്ന പ്രൈസ് എന്താണ് ഇവിടെ? ഒ പി. നമ്മൾ 10 രൂപ എന്ന് പറയുന്നതിന് പകരം ഒ പി പ്രൈസ്. ഒ പി പ്രൈസിന് ഡിമാൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റി എത്രയാണ്? ഒ ക്യൂ ആണ് ഡിമാൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റി. ഇത് മനസ്സിലാവുമല്ലോ. അപ്പൊ ഇത് ഡിമാൻഡ് കർവിൽ ടച്ച് ചെയ്ത പോയിന്റ് കണ്ടോ? അതിന് നമുക്ക് എ എന്ന് കൊടുക്കാം. കണ്ടല്ലോ, എ എന്ന് കൊടുത്തു. ഇപ്പൊ പ്രൈസ് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. പ്രൈസ് അപ്പൊ നിലവിൽ ഇതാണ് സിറ്റുവേഷൻ. അപ്പൊ നമ്മുടെ ഇവിടത്തെ കണ്ടീഷൻ, ഒറിജിനൽ കണ്ടീഷൻ ഇതാണ്. അതായത് ഒ പി പ്രൈസിൽ ഡിമാൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റി ഏതാണ്? ഒ ക്യൂ ആണ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഡിമാൻഡ് കർവിലെ അതിന്റെ പോയിന്റ് നമുക്ക് എ എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി പ്രൈസ് കുറയുന്നു എന്ന് സങ്കല്പിക്കുക. ഇതാ പ്രൈസ് കുറഞ്ഞു, പിയിൽ നിന്ന് P1 ആയി കുറഞ്ഞു. പിയിൽ നിന്ന് പ്രൈസ് P1 ആയി കുറഞ്ഞു. അപ്പോൾ പ്രൈസ് കുറയുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് സ്വാഭാവികമായിട്ട് അറിയും, വില കുറയുമ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്യും? കൂടും. ഇതാ ഡിമാൻഡ് ക്യൂവിൽ നിന്ന് Q1 ആയി കൂടി. നേരത്തെ ക്യൂ വരെയുള്ളായിരുന്നു ഡിമാൻഡ്, ഇപ്പൊ എന്തായിട്ട് കൂടി? Q1 ആയി. അപ്പോൾ ഡിമാൻഡ് കൂടിയിരിക്കുന്നു, പ്രൈസ് കുറഞ്ഞിരിക്കുന്നു. അപ്പൊ പ്രൈസ് കുറഞ്ഞപ്പോൾ ഡിമാൻഡ് കൂടിയില്ലേ? കൂടി. ചേഞ്ച് ആയില്ലേ? ഇതാണ് ചേഞ്ചസ് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇനി ഇപ്പൊ പുതിയൊരു പോയിന്റ് നമുക്ക് ഡിമാൻഡ് കർവിൽ കിട്ടി. പ്രൈസ് P1 ആയപ്പോൾ ഡിമാൻഡ് Q1 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ പുതിയൊരു ഒരു ന്യൂ പോയിന്റ് നമുക്ക് ഡിമാൻഡ് കർവിൽ കിട്ടിയാൽ ബി എന്ന് വിളിക്കാം. ബി. ഇതാണ് മൂവ്മെന്റ് അലോങ് ദി ഡിമാൻഡ് കർവ്. ഇങ്ങനെ മൂവ്മെന്റ് എന്ന് പറയും. ദാ നോക്ക്, പ്രൈസ് പിയിൽ നിന്ന് P1 ആയി കുറഞ്ഞപ്പോൾ ഡിമാൻഡ് ക്യൂവിൽ നിന്ന് Q1 ആയി വർദ്ധിച്ചു. ആ വർധനമാണ് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്, ഡിമാൻഡിലെ വികാസം എന്ന് പറയുന്നത്. ഡിമാൻഡ് ഇവിടെ വികസിക്കുകയല്ലേ ചെയ്തത്, എക്സ്പാൻഷൻ. ഇനി മൂവ്മെന്റ് അലോങ് ദി ഡിമാൻഡ് കർവ് എന്ന് പറയാൻ കാരണം, പ്രൈസ് പി ആയിരുന്നപ്പോൾ ഡിമാൻഡ് കർവിലെ പോയിന്റ് എ അല്ലേ? എന്നാൽ പ്രൈസ് P1 ആയി കുറഞ്ഞപ്പോൾ ഡിമാൻഡ് കർവിലെ എ എന്ന പോയിന്റ് എങ്ങോട്ട് മൂവ് ചെയ്തു? ഡിമാൻഡ് കർവിലൂടെ തന്നെ എന്തിലേക്ക് മൂവ് ചെയ്തു? ബിയിലേക്ക് മൂവ് ചെയ്തു. എയിൽ നിന്ന് എങ്ങോട്ട് മൂവ് ചെയ്തു? ബിയിലേക്ക് മൂവ് ചെയ്തു അല്ലേ? അതായത് ഡിമാൻഡ് കർവിലൂടെ തന്നെ എ എന്ന പോയിന്റ് എങ്ങോട്ട് മാറി? പ്രൈസ് കുറഞ്ഞപ്പോൾ ബിയിലേക്ക് മൂവ് ചെയ്തു. ഒരു ഡൗൺവേർഡ് മൂവ്മെന്റ് ഉണ്ടായി അല്ലേ? ഡൗൺവേർഡ് മൂവ്മെന്റ്. അത് എവിടെയാണ്? ഡിമാൻഡ് കർവിലൂടെയാണ്. അതാണ് മൂവ്മെന്റ് അലോങ് ദി ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. അലോങ് ദ ഡിമാൻഡ് കർവ്, ഡിമാൻഡ് കർവിലൂടെയുള്ള മാറ്റം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഡിമാൻഡ് കർവിലെ എ എന്ന പോയിന്റ് എങ്ങോട്ട് മൂവ് ചെയ്തു? ബിയിലേക്ക് മൂവ് ചെയ്തു. ഇതാണ് മൂവ്മെന്റ് അലോങ് ദ ഡിമാൻഡ് കർവ്. അപ്പൊ ഇത് ബിയിലേക്ക് മൂവ് ചെയ്തപ്പോൾ ഇവിടെ ക്വാണ്ടിറ്റി എന്ത് ചെയ്തു? ക്യൂവിൽ നിന്ന് Q1 ആയി വർദ്ധിച്ചു. അപ്പൊ എക്സ്പാൻഷൻ ഉണ്ടായി. അപ്പൊ അവിടെ നിന്ന് നമുക്കൊരു കൺക്ലൂഷനിലെത്താം. ഡിമാൻഡിൽ എക്സ്പാൻഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഡിമാൻഡ് കർവിലെ പോയിന്റ് എന്ത് ചെയ്യുന്നു? മുകളിൽ നിന്ന് താഴേക്ക് മൂവ് ചെയ്യുന്നു അല്ലെ? പോയിന്റ് ഓൺ ഡിമാൻഡ് കർവ് മൂവ്സ് ഫ്രം എന്താണ് ഓൺ സൈഡ്, അതായത് അപ് സൈഡ് ടു ബോട്ടം ലെവൽ. അതായത് മുകളിൽ നിന്ന് എന്ത് ചെയ്യുന്നു? താഴേക്ക് മൂവ് ചെയ്യുന്നു. അതായത് ഒരു എക്സ്പാൻഷൻ ഉണ്ടാവുകയാണെങ്കിൽ, ഡിമാൻഡിൽ ഒരു എക്സ്പാൻഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഡിമാൻഡ് കർവിൽ എ എന്ന് പറയുന്ന പോയിന്റ് ബിയിലേക്ക് മാറും. നിങ്ങൾക്ക് പി എന്നോ ക്യൂ എന്നോ വേറെ ഏത് പോയിന്റ് വേണമെങ്കിലും കൊടുക്കും. ഞാൻ എ എന്നും ബി എന്നും കൊടുത്തതേ ഉള്ളൂ. പക്ഷെ നിയമം ഇതാണ്, മൂവ്മെന്റ് അലോങ് ദി ഡിമാൻഡ് പ്രൈസ് കുറഞ്ഞപ്പോൾ എ എന്ന പോയിന്റ് ബിയിലേക്ക് മാറി എന്ന് പറഞ്ഞാൽ ആ ഡിമാൻഡ് കർവിലെ ആദ്യത്തെ പോയിന്റ് എങ്ങോട്ട് മാറും? താഴേക്ക് മാറ്റപ്പെടുന്നു. അപ്പൊ എക്സ്പാൻഷൻ നടക്കണമെങ്കിൽ ആ മുകളിലെ പോയിന്റ് താഴേക്ക് മാറണം. താഴത്തെ പോയിന്റ് മുകളിലേക്കല്ല, മുകളിലെ പോയിന്റ് താഴേക്ക്. അല്ലെങ്കിൽ ഡിമാൻഡ് കർവിലെ പോയിന്റ് എന്ത് ചെയ്യുന്നു? ആ മുകളിൽ നിന്ന് താഴേക്ക് അല്ലെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നു. ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അതായത് ഡിമാൻഡ് കർവിൽ, അതായത് വെൻ ദർ ഈസ് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്, ഒരു ഡിമാൻഡിലെ എക്സ്പാൻഷൻ ഉണ്ടാകുമ്പോൾ എ പോയിന്റ് ഓൺ ദി ഡിമാൻഡ് കർവിലെ പോയിന്റ് എന്ത് ചെയ്യുന്നു? മൂവ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അല്ലെ? ലെഫ്റ്റിൽ നിന്ന് എങ്ങോട്ട് മൂവ് ചെയ്യുന്നു? റൈറ്റിലേക്ക് അലോങ് ദി ഡിമാൻഡ് കർവ്. ഇതിലൂടെ ഡിമാൻഡ് കർവിലൂടെ മൂവ് ചെയ്യുന്നു. അപ്പൊ അതിന്റെ കൺക്ലൂഷൻ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും: വെൻ ദർ ഈസ്
ആൻ എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്, ഡിമാൻഡിൽ ഒരു എക്സ്പാൻഷൻ ഉണ്ടാകുമ്പോൾ, ഇവിടെ എക്സ്പാൻഷനിലെ ക്യൂവിൽ നിന്ന് Q1 ആയിട്ട് ഡിമാൻഡ് എക്സ്പാൻഡ് ചെയ്തു, എക്സ്പാൻഷൻ ഉണ്ടാകുമ്പോൾ എ പോയിന്റ് ഓൺ ദി ഡിമാൻഡ് കർവ്, ഡിമാൻഡ് കർവിലെ പോയിന്റ് എന്ന് പറയുന്നത് മൂവ് ചെയ്യുന്നു ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. എങ്ങോട്ട് മൂവ് ചെയ്യുന്നു? ഇടത്ത് നിന്ന് വലത്തേക്ക്. ഓൺ ദി അല്ലെങ്കിൽ അലോങ് ദി ഡിമാൻഡ് കർവ്, ഏതിലൂടെ തന്നെ? ഡിമാൻഡ് കർവിലൂടെ തന്നെ. അല്ലാതെ ആ റൈറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് റൈറ്റ് വരും, പക്ഷെ അതല്ല, ഡിമാൻഡ് കർവിലൂടെ തന്നെ എന്ത് ചെയ്തു? റൈറ്റിലേക്ക് മാറ്റപ്പെടും. അപ്പൊ ഡിമാൻഡ് കർവിലൂടെ മാറുന്നത് കൊണ്ടാണ് അതിന് എന്തെന്ന് വിളിച്ചത്? മൂവ്മെന്റ് അലോങ് ദി ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോ ഇത് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡിന്റെ കേസ്. ഇനി അടുത്ത എന്താണ്? കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് ആണ്. എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് കഴിഞ്ഞു, അടുത്ത ഏതാണ്ട് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് ആണ് വരുന്നത്. ഡിമാൻഡിന്റെ സങ്കോചമാണ് വരുന്നത്. നമുക്ക് നോക്കാം. അതും മൂവ്മെന്റ് അലോങ് ദി ഡിമാൻഡ് കർവ് തന്നെയാണ്. നമ്മൾ അതിനെയാണ് രണ്ടായിട്ട് തിരിച്ചത്, എക്സ്പാൻഷൻ എന്നും കോൺട്രാക്ഷൻ എന്നും പറഞ്ഞത്. അത് ഒരുമിച്ച് വേണമെങ്കിലും പറയാം, പക്ഷെ ഇത് എളുപ്പം മനസ്സിലാക്കാൻ ഇതാണ് നല്ലത്. അടുത്ത കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. കോൺട്രാക്ഷൻ മീൻസ് സങ്കോചം. നോക്കാം അതിന്റെ ഗ്രാഫ്. എക്സ് ആക്സിൽ എന്താണ് നമ്മൾ മെൻഷൻ ചെയ്ത് ഓർമ്മ ഉണ്ടാവുമല്ലോ? ഡിമാൻഡ്, ഇവിടെ പ്രൈസ്, വൈ ആക്സിൽ പ്രൈസ്. ഇവിടെയും നമ്മൾ ഡിമാൻഡ് കർവ് വരച്ചു, ഡി വരച്ചു. ഓക്കെ, ഇവിടെ ആദ്യത്തെ ഇനിഷ്യൽ പ്രൈസ് ഞാൻ വരയ്ക്കുകയാണ്. OP ആണ് ഇനിഷ്യൽ, അതായത് ഒറിജിനൽ പ്രൈസ് OQ ആണ് ഒറിജിനൽ. അപ്പോൾ OP പ്രൈസിൽ നിങ്ങൾ വാങ്ങുന്ന ക്വാണ്ടിറ്റി OQ ആണെന്ന് സങ്കല്പിക്കുക. ഓക്കെ ആണല്ലോ? ഇതാണ് ഇനിഷ്യൽ പോയിന്റ്. ഇനി ഇതിൽ നിന്ന് കോൺട്രാക്ഷൻ പറയുകയാണ്. പ്രൈസ് ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നു എന്ന് സങ്കല്പിക്കുക. പ്രൈസ് Pയിൽ നിന്ന് P1 ആയി. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ക്രിയേറ്റ് ചെയ്തു, നമുക്ക് A എന്ന് വിളിക്കുക. A എന്ന പോയിന്റ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, പ്രൈസ് Pയിൽ നിന്ന് P1 ആയി കൂടി. ഇപ്പൊ നമുക്കൊരു നിയമമുണ്ട്, പ്രൈസ് കൂടിയാൽ ഡിമാൻഡ് എന്ത് ചെയ്യും? കുറയും. പ്രൈസ് P ആയിരുന്നപ്പോൾ ഡിമാൻഡ് Q, കണ്ടോ? P1 ആയപ്പോൾ ഡിമാൻഡ് എന്താണ്? P1 വേണ്ട, നമുക്ക് P2 എന്ന് കൊടുക്കാം. അപ്പുറത്ത് നമ്മൾ P1 അല്ലേ പറഞ്ഞത്, അതുകൊണ്ട് ചേഞ്ചിന് വേണ്ടി നമുക്ക് P2 എന്ന് കൊടുക്കാം. അപ്പൊ പ്രൈസ് Pയിൽ നിന്ന് P2 ആയിട്ട് ഇൻക്രീസ് ചെയ്തപ്പോൾ ഡിമാൻഡ് Qയിൽ നിന്ന് Q2 ആയിട്ട് ഡിക്രീസ് ചെയ്തു. കണ്ടോ? പ്രൈസ് OP ആയിരുന്നു, OP പ്രൈസ് OP2 ആയിട്ട് വർദ്ധിച്ചു. പ്രൈസ് വർദ്ധിക്കുമ്പോൾ അറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും. ഡിമാൻഡ് അപ്പോൾ Q ആയിരുന്നു നേരത്തെ, P ആയിരുന്നു, പ്രൈസ് P ആയിരുന്നപ്പോൾ ഡിമാൻഡ് OQ ആയിരുന്നു. ആ OQ ഡിമാൻഡ് എന്ത് ചെയ്തു? OQ2 ആയിട്ട് ഡിക്രീസ് ചെയ്തു. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്തു? ഡിക്രീസ് ചെയ്തു. അപ്പൊ കണ്ടോ, A എന്ന പോയിന്റ് വേറൊരു പോയിന്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട, കണ്ടോ? ഇവിടെ പുതിയൊരു പോയിന്റ് പ്രൈസ് ഇൻക്രീസ് ചെയ്തപ്പോൾ പുതിയൊരു പോയിന്റ്, അത് നമുക്ക് C എന്ന് കൊടുക്കാം. C. അപ്പൊ നോക്ക്, ഇവിടെ ഒരു അപ്വേർഡ് മൂവ്മെന്റ് ഉണ്ടായി അലോങ് ദി ഡിമാൻഡ് കർവ്, അല്ലെങ്കിൽ ഇവിടെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഒരു മൂവ്മെന്റ് ഉണ്ടായിരിക്കുന്നു. മനസ്സിലായില്ലേ? ഡിമാൻഡ് കുറഞ്ഞിരിക്കുന്നു. ആ ഡിമാൻഡ് കുറയുന്നതിനെയാണ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഡിമാൻഡ് കർവിലുള്ള സങ്കോചം, ഡിമാൻഡിലുള്ള സങ്കോചം എന്ന് പറയുന്നത്. ഇവിടെ ഡിമാൻഡ് ചുരുങ്ങിയല്ലേ ചെയ്തത്, അതുകൊണ്ടാണ് ഡിമാൻഡിന്റെ കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇവിടെയും ഒരു മൂവ്മെന്റ് ഡിമാൻഡ് കർവിലൂടെ തന്നെ ഉണ്ടായി. കാരണം ആദ്യം A എന്ന പോയിന്റ് എന്ത് ചെയ്തു? ആ A എന്ന പോയിന്റ് മൂവ്സ് ലെഫ്റ്റ്വേർഡ് ആസ് C, അല്ലെ? പോയിന്റ് A മൂവ്സ് ലെഫ്റ്റ്വേർഡ് ആസ് C along the ഡിമാൻഡ് കർവ്. ഡിമാൻഡ് കർവിലൂടെ A എന്ന പോയിന്റ് എങ്ങോട്ട് മൂവ് ചെയ്തു? സിയിലേക്ക് മൂവ് ചെയ്തു, along the ഡിമാൻഡ് കർവ്. അങ്ങനെ തന്നെ പറയണം, ഡിമാൻഡ് കർവിലൂടെ തന്നെ എന്ത് ചെയ്തു? അത് A എന്ന പോയിന്റ് C എന്ന പോയിന്റ് ആയി മാറി, അല്ലെങ്കിൽ മുകളിലേക്ക് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. അവിടെ എക്സ്പാൻഷനിൽ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആണ്, ഇവിടെ റൈറ്റ് ടു ലെഫ്റ്റ്, അല്ലെ? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മാറി. അപ്പൊ നമുക്ക് പറയാം, ഇൻ ദ കേസ് ഓഫ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്, ഏതിന്റെ കേസിൽ? കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡിന്റെ കേസിൽ പോയിന്റ്സ്, അതായത് എ പോയിന്റ് ഓൺ ദ ഡിമാൻഡ് കർവ്, അല്ലെ? ഒരു ഡിമാൻഡ് കർവിലെ പോയിന്റ് എന്ത് ചെയ്യുന്നു? മൂവ്സ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് അലോങ് ദി ഡിമാൻഡ് കർവ്. ആ ഡിമാൻഡ് കർവിലെ പോയിന്റ് എന്ത് ചെയ്യുന്നു? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നു, അല്ലെ? ഇവിടെ ഏത് പോയിന്റ് ആണ്? A എന്ന പോയിന്റ് C ആയിട്ട് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു അപ്വേർഡ് മൂവ്മെന്റ് ആണ് ഉണ്ടായത്. അപ്പൊ കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡിൽ എന്ത് മൂവ്മെന്റ് ആണ്? അപ്വേർഡ് മൂവ്മെന്റ് ആണ് ഉള്ളത്. അപ്പൊ പരീക്ഷയ്ക്ക് 1 മാർക്കിന് ഇവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെ? അപ്പോൾ ആ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഓർക്കുക, എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് ആണെങ്കിൽ ഡിമാൻഡ് കർവിലെ പോയിന്റ് എങ്ങോട്ട് മൂവ് ചെയ്യുന്നു? ഡൗൺവേർഡ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് ആണെങ്കിൽ തിരിഞ്ഞു പോകരുത്, ഡിമാൻഡ് കർവിലെ പോയിന്റ് ഡിമാൻഡ് കർവിലൂടെ തന്നെ എന്താണ്? അപ്വേർഡ് ആയിട്ട് മൂവ് ചെയ്യുന്നു. ഒരു അപ്വേർഡ് മൂവ്മെന്റ് ആണ്. മനസ്സിലാവുമല്ലോ? ഇതാണ് എന്തെന്ന് പറയുന്നത്? കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻ ദ കേസ് ഓഫ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്, എ പോയിന്റ് ഓൺ ദി ഡിമാൻഡ് കർവ് മൂവ്സ് അപ്വേർഡ്. എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? അപ്വേർഡ്, മുകളിലേക്ക് മൂവ് ചെയ്യുന്നു. ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. എവിടെ നിന്ന്? വലത്ത് നിന്ന് ഇടത്തേക്ക് മൂവ് ചെയ്യുന്നു. ക്ലിയർ ആവില്ലേ? ഇതാണ്
എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? മൂവ്മെന്റ് അലോങ് ദി ഡിമാൻഡ്. അപ്പൊ ഈ രണ്ട് കേസിലും നമ്മൾ പറഞ്ഞ എന്താണ്? മൂവ്മെന്റ് അലോങ് ദി ഡിമാൻഡ് കർവാണ് പറഞ്ഞത്. രണ്ട് കേസിൽ നമ്മൾ മൂവ്മെന്റ് അലോങ് ദി ഡിമാൻഡ് കർവ്, അല്ലെ, ഡിമാൻഡ് കർവിലൂടെയുള്ള മൂവ്മെന്റ് ആണ് പറഞ്ഞത്. അപ്പൊ ഇത് ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് മൂവ്മെന്റ് അലോങ് ദി ഡിമാൻഡ് കർവ്. രണ്ടാമത് പറഞ്ഞ പോയിന്റ് എന്താണ്? ചേഞ്ചസ് ഇൻ ഡിമാൻഡിൽ ഷിഫ്റ്റ് ഓഫ് ഡിമാൻഡ് കർവ്, അല്ലെ, ഡിമാൻഡ് കർവിൽ ഉണ്ടാകുന്ന ഷിഫ്റ്റ് ആണ് നമ്മൾ പറഞ്ഞത്, അല്ലെ, ഡിമാൻഡ് കർവിൽ ഉണ്ടാകുന്ന ഷിഫ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇറ്റ് ഈസ് അതർവൈസ് കാൾഡ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറഞ്ഞു. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ നോക്കാം. അവിടെയും ഇതുപോലെ രണ്ട് ഗ്രാഫുകൾ വരുന്നുണ്ട്. അവിടെ പ്രൈസ് അല്ല ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, പ്രൈസ് ഇവിടെ നമ്മൾ പ്രൈസിലുള്ള ചേഞ്ച് മൂലമാണ്. അതർ ഫാക്ടേഴ്സ്, നോൺ പ്രൈസ് ഫാക്ടേഴ്സ്, വില ഇതര ഘടകങ്ങൾ ഇവിടെ കോൺസ്റ്റന്റ് ആണ്. ഇവിടെ പ്രൈസിലുള്ള ചേഞ്ച് മാത്രമല്ലേ പറഞ്ഞത്. P1 P2 ആയിട്ട് വർദ്ധിക്കുന്നു. ആദ്യത്തെ കേസിൽ P എന്ത് ചെയ്യുന്നു? P1 ആയിട്ട് കുറയുന്ന കേസാണ് പറഞ്ഞത്. എന്നാൽ ഈ ഷിഫ്റ്റ് ഓഫ് ഡിമാൻഡ് കർവില് പ്രൈസ് റിമെയിൻ കോൺസ്റ്റന്റ്, അല്ലെ, പ്രൈസ് റിമെയിൻസ് കോൺസ്റ്റന്റ്, പ്രൈസ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നു. അതർ ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നു? ചേഞ്ച് ചെയ്യുന്നു. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പൊ ഇത്രയും നന്നായിട്ട് മനസ്സിലാക്കുക. ഈ ഗ്രാഫ് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു നോട്ട്സ് നിങ്ങൾക്ക് അയച്ചു തരും. അതിനു മുമ്പ് ഇത് ക്ലാസ് കാണുമ്പോൾ തന്നെ നിങ്ങളൊരു പേപ്പറിൽ ഗ്രാഫ് വരച്ചു പഠിക്കണം. കാരണം എക്സാമിന് ചോദിക്കുമ്പോൾ ആ ഗ്രാഫ് എന്ത് ചെയ്യണം? വരയ്ക്കാൻ പറ്റണം. അതുകൊണ്ട് 2-3 പ്രാവശ്യം എന്ത് ചെയ്യണം? ഒരു പേപ്പറിൽ വരച്ചു പഠിക്കുക, ഗ്രാഫുകൾ വരച്ചു പഠിക്കുക. ഓക്കെ, നമുക്ക് തൽക്കാലം നിർത്താം. താങ്ക് യു.